ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എങ്ങോട്ടാണ് ഇന്ന് ഒരുങ്ങി കെട്ടി പോണേന്ന് വെച്ചാൽ ഒരുങ്ങി കെട്ടിയിട്ടൊന്നുമില്ല. രാവിലെ തന്നെ പല്ല് മാത്രം തേച്ച് കുളിക്കൊന്നും ചെയ്യാതെ ഒരു ലിപ്സ്റ്റിക്കും ഒരു സൺസ്ക്രീനും വാരി പൊത്തിയിട്ടുള്ള പരിപാടിയാണ് ഇന്നത്തേക്ക്. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. പ്രത്യേകിച്ച് എന്താ പറയുക, കുളിക്കാനൊന്നും ചെയ്യാതെ പോകുമ്പം എന്തിനായിരിക്കും ഇവൾ പോകണമെന്നുള്ളൊരു തോട്ട് ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അപ്പം എൻ്റെ കൂടെ വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. കാരണം ഇവിടെ തൊട്ടടുത്താണ്, നമ്മൾ മോസ്കിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ സൺസ്ക്രീൻ ഇടാനുള്ള കാരണം നിങ്ങൾക്കിത് ഇപ്പം കാണിച്ചു തരാം എന്താണെന്നുള്ളത്. നല്ല പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ സൺസ്ക്രീൻ ഇടാതെ നമ്മൾ ഈ ദുബായിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ കണ്ടില്ല നേരിൽ. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 10-10:30 ആയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ. ആ സമയത്ത് നമ്മൾ ഈ മോസ്കിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കുളിക്കേണ്ട ആവശ്യമില്ല. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പോകുന്നത് ആയുർവേദിക് ക്ലിനിക്കിലേക്കാണ്, ചന്ദ്രൻകുരുക്കൾ ആയുർവേദിക് ക്ലിനിക്കിലേക്കാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് കാലങ്ങളായിട്ടൊരു ഓയിൽ മസാജ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായി. എനിക്ക് ബാക്ക് പെയിൻ ഇഷ്യൂ കുറച്ചുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് കാലം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് അഭ്യംഗം, ഒരു ഹോട്ട് ഓയിൽ മസാജാണ്. അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സംഭവം ബുദ്ധൻ്റെയും ഇത് ഈ എസ്തെറ്റിക്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തു. നമ്മളുടെ ചെയ്യുന്ന ലേഡി വരാൻ വേണ്ടിയിട്ട്, സ്വപ്ന എന്നാണ് പേര്. അപ്പോൾ അവരാണ് എനിക്ക് ചെയ്തത്. അതാണ് നമ്മളെ റൂം. പിന്നെ ചെയ്യുമ്പോൾ നമുക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതാണ് സ്റ്റീമർ റൂം. അപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു. നമ്മളിത് കഴിഞ്ഞ പാട് നേരെ നമ്മളെ പുഴുങ്ങാൻ കൊണ്ട് ആ സ്റ്റീം റൂമിൽ കൊണ്ടിടും. അപ്പോൾ അതുവരെ നമുക്ക് സ്റ്റീം റൂമിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എനിക്ക് പറയാൻ വയ്യ. എൻ്റെ അമ്മയെ എനിക്ക് പേടിയായിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ക്ലോസ്ട്രോഫോബിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പേടിയുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലിരിക്കാൻ. പക്ഷേ ഇരുന്നേ പറ്റൂ. കുറച്ച് നേരം ഇരുന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇരുന്ന് കുളിച്ചിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. കുളിച്ചിട്ടുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള എൻ്റെ ഫേസാണിത്. എന്താ പറയുക, എന്തോ ശരീരത്തിൽ നിന്ന് എന്തോ ബാധ ഒഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബോഡി ഫുള്ള് ഹോട്ട് ഓയിൽ മസാജും അതേപോലെ നമ്മൾ ആ സ്കിന്നിൽ മറ്റേ ഫേസും ഒക്കെ ഹെഡ് മസാജും ഒക്കെ ചെയ്ത് തന്നപ്പോൾ ഭയങ്കര റിലീഫായിരുന്നു. കുറേ കാലത്തിനിടയ്ക്ക് ഭയങ്കരമായിട്ടൊരു റിലീഫ് കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ബാക്ക് പെയിനിന് വേണ്ടിയിട്ട് അവിടെയും മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ നമ്മളുടെ ഈ സ്റ്റീമിങ്ങും കൂടെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഫ്രഷ് ഫീലായിരുന്നു. അവിടെ നിന്ന് തന്നെ കുളിച്ച് നല്ലൊരു ഹെർബൽ ടീയും കൂടെ തന്നിട്ടാണ്. ഇതാണ് ഇവരുടെ ബ്രോഷർ. നല്ലൊരു ഹെർബൽ ടീയും കൂടെ കുടിച്ചിട്ടാണ്. അതും കൂടെ കുടിച്ചപ്പോഴത്തേക്ക് സത്യം പറയട്ടെ, എവിടെയെങ്കിലും കിടക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലത്ത് തന്നെ ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള ഭാഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടോ, കുളിച്ചിറങ്ങിയ കോലാണിത്. ഞാൻ ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഒരു കെട്ടിയൊരുങ്ങലിൻ്റെയും ആവശ്യമില്ലാണ്ട് വന്നതെന്നുള്ളത്. സൺസ്ക്രീൻ ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ സൺസ്ക്രീൻ ഇല്ല, ഞാൻ എടുത്തിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുട കരുതിയിട്ടുണ്ടായിരുന്നു. കുട എടുത്തിട്ടാണ് വന്നത്. എനിക്കറിയായിരുന്നു തിരിച്ചു പോകുമ്പോൾ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുമ്പോൾ ഞാൻ നല്ലൊരു കുടയൊക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നമ്മളെ ബോഡീനെ നമ്മൾ ഇഷ്ടപ്പെടണം. അതുപോലെ ഇതേപോലെ എന്തെങ്കിലും ചെയ്യണം ഇടയ്ക്ക് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ